അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, ഖിയാമത്ത് നാളിൽ ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടുവരപ്പെടും. വഅഅമാലുഹും കജിബാലിൻ തുഹമ, അവരുടെ അമലുകളോ ധാരാളം പർവ്വതം പോലെ അത്രമാത്രം അമലുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും. എന്നിട്ടോ ഫയുഉമറു ബിഹിം ഇലന്നാർ, അവരെ നരകത്തിലാണ് അള്ളാഹു കൽപ്പിക്കപ്പെടുക. നരകത്തിൽ കൊണ്ടുപോയി ഇടാനാണ് അള്ളാഹു കൽപ്പിക്കപ്പെടുന്നത്. ഇങ്ങനൊരു സംഭവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. നല്ല ധാരാളം ഇബാദത്തുകളുമായി ഉള്ള ഒരു കൂട്ടം ആൾക്കാരെ നരകത്തിലേക്ക് അള്ളാഹു കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ സ്വഹാബാക്കൾക്ക് അതിശയം തോന്നി, അത്ഭുതം തോന്നി. അവർ മുത്തുനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് ധാരാളം അമല് ചെയ്തവരാണല്ലോ, നിസ്കരിച്ചവരാണല്ലോ, ദിക്റ് ചൊല്ലവരാണല്ലോ, ഖുർആൻ ഓതിയവരാണല്ലോ, എന്തുകൊണ്ട് അവർക്ക് ഈ ശിക്ഷ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി മറുപടി പറയുന്നു, നഅം, അതെ, കാനൂ യുസല്ലൂന വയസൂമൂന വയഖുദൂന ഹുനാതം മിനൽ ലൈൽ, ധാരാളം നിസ്കരിക്കുന്നവരായിരുന്നു, ധാരാളം നോമ്പ് നോൽക്കുന്നവരായിരുന്നു എന്ന് മാത്രമല്ല രാത്രി സമയങ്ങളിൽ പോലും അവർ ഇബാദത്ത് ചെയ്തവരായിരുന്നു. പിന്നെന്താ പ്രശ്നം? ഫഇദാ അറദ ലഹും മിനദ്ദുന്യാ ശൈഉൻ വസിബൂ ഇലൈഹി, അവർക്കൊക്കെ കുറച്ച് പണം അവർ കയ്യിലേക്ക് വരുമ്പോഴേക്ക് ദുനിയാവെന്ന് അവരെ ഭാഗത്തിലേക്കൊന്ന് കുറച്ച് ഇങ്ങനെ അവർ ആസ്വദിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പിന്നെ അതിൻ്റെ പിന്നാലെ അവർ പോയി. അവർ പണത്തിൻ്റെ പിന്നാലെ, ദുനിയാവിൻ്റെ പിന്നാലെ അവർ കൊതിച്ചുപോയി. പിന്നെ അല്ലാഹുവിനെ അവർ മറന്നുപോയി. ദുനിയാവാണ് അവർ ചതിച്ചത്, മുതലുകളാണ്, പണമാണ് അവരെ ചതിച്ചത്. ആ കാരണത്താൽ അവർ ചെയ്ത അമലുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് മുത്തുനബി സ്വഹാബാക്കളോട് പറയണം. എന്തൊരു വാക്കാണ്! അതേ, പണം നാം അറിയാതെ തന്നെ നമ്മെ ചതിക്കുന്നുണ്ട്, നമുക്കത് അറിയുന്നില്ല. ചിലപ്പോഴൊക്കെ ഇബാദത്തുകളൊക്കെ ഉണ്ടായി എന്ന് വരാം, പക്ഷേ പണം കയ്യിലേക്ക് വരുമ്പോഴേക്ക് നമ്മുടെ ഈമാനുകൾ കുറഞ്ഞു വരികയാണ്, ഇബാദത്തുകൾ അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ പണത്തിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങുകയാണ്. ഒരിക്കലും അത്തരക്കാരായി പോകരുത്. അങ്ങനെ ആയിപ്പോയാൽ ഈ കൂട്ടരിൽ നാം പെട്ടുപോകും. അതുകൊണ്ട് ഏതൊരു സമയത്തും പണമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ എന്നും ഭയമുണ്ടാകണം, അല്ലാഹുവിൻ്റെ പേടി ഉണ്ടാകണം. അൽ മുഅ്മിനു ബൈന മഖാഫത്തൈൻ, ഒരു മുഅ്മിൻ എന്നും പേടിച്ചുകൊണ്ടിരിക്കണം, രണ്ട് പേടിയിലായിരിക്കണം എന്നും അവൻ. എന്താണ്? ബൈന അജ്ലിൻ കദ്മല ലാ യദ്രി വല്ലാഹു സാനിഉൻ ഫീഹി, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ എന്നും നാം ഓർത്തുകൊണ്ടിരിക്കണം. അതിനെക്കുറിച്ച് നമുക്ക് ഭയമുണ്ടാകണം. ആ സമയങ്ങളിലെല്ലാം എത്രയോ ദോഷങ്ങൾ ചെയ്തതുണ്ടാകാം, നാം ഓർക്കണം. ഇതിനു മുമ്പ് നാം ചെയ്ത ദോഷങ്ങളെല്ലാം ഓർത്തുകൊണ്ടിരിക്കണം, അതിനെ പേടിച്ചുകൊണ്ടിരിക്കണം. കാരണം അതിനൊന്നും തീർമാനമായിട്ടില്ലല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചിലപ്പോൾ ഇന്ന് നമ്മൾ നന്നായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നാം ചെയ്ത ഹറാമിയത്തുകളോ ദോഷങ്ങൾ പാപങ്ങൾ അതിനൊന്നും തീർമാനമായിട്ടില്ലല്ലോ. റബ്ബെന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ആ പേടി ഏത് സമയത്ത് നമുക്കുണ്ടാകണം. അതാണ് ഒരു മുഅ്മിനിക്ക് ഒരു പേടി ഉണ്ടാകേണ്ട ഒരു പേടി. രണ്ടാമത് വബൈന അജലിൻ ഖദ്ബഖ ലാ യദ്രി വല്ലാഹു ഖാദിൻ ഫീഹി, ഇനി വരാൻ പോകുന്ന സമയത്തിനെ കുറിച്ചും ഒരാൾക്ക് പേടിയുണ്ടാകണം. അള്ളാഹു ഏത് സമയത്താണ് എന്നെ പിടിക്കുക എന്നറിയില്ല, അതിനു മുമ്പൊന്നും ഞാൻ നന്നാകണം, അതിനു മുമ്പൊന്ന് അള്ളാഹുവിലേക്ക് തിരിയണം, അള്ളാഹുവിൻ്റെ ചിന്ത എൻ്റെ കൽബിലേക്കൊന്ന് വരണം എന്നുള്ള ആ വലിയ ഈമാൻ അവനെന്നും, ആ വലിയൊരു പേടി ഏത് സമയത്തും ഉണ്ടാകണം. അതാണ് ഒരു മുഅ്മിൻ എന്നും. രണ്ട് പേടിൻ്റെ ഇടയിലാണ് നഷ്ടപ്പെട്ട സമയത്തിനെ ഓർക്കുക, ഇനി വരാൻ പോകുന്ന സമയത്തിനെ കുറിച്ച് നല്ല ധാരണ, നല്ല പേടിയോടുകൂടെ അതിനെ കൊണ്ടുപോകാൻ അവൻ നോക്കണം.
ഇന്നും മുത്തുനബി പല സ്ഥലങ്ങളിൽ നമ്മെ പേടിപ്പിച്ചു, നമ്മെ ഉണർത്തിയത് മുത്തുനബി എന്നും പറഞ്ഞത് അഖ്ഷാ അലൈക്കും, നിങ്ങളെ മേൽ ഞാൻ എന്നും പേടിക്കുന്നത് നിങ്ങൾ ദാരിദ്ര്യരാകും എന്നല്ല, നിങ്ങൾ പണക്കാരാകുമെന്നുള്ള പേടിയാണെന്ന് മുത്തുനബി പലപ്പോഴും തൻ്റെ ഉമ്മത്തിങ്ങളെക്കുറിച്ച് മുത്തുനബി പറഞ്ഞതാണ്. എന്തൊരു വാക്കാണ്! എന്താണ്? നിങ്ങൾ ദാരിദ്ര്യരായി പോകുമോ, നിങ്ങൾ എന്നുമില്ലാത്തവരായി പോകുമോ എന്നും, അതൊന്നും എനിക്ക് പേടിയല്ല. നിങ്ങൾ പണക്കാരായി പോകുമോ, പണക്കാരായി പോയാൽ പിന്നെ പലപ്പോഴും അത് സ്വാഭാവികമാണ്. അതേ പണമുള്ളവൻ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയുക, അങ്ങനെ തിരിഞ്ഞു കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു തൗഫീഖ് തന്നെയാണ്. അതുകൊണ്ട് എന്നും നാം ഭയപ്പെടേണ്ടതാണ്. കുറച്ചൊക്കെ സമ്പത്ത്, അല്ലാഹുവിൻ്റെ റഹ്മത്ത്, അല്ലാഹുവിൻ്റെ പരീക്ഷണ രീതിയിൽ തന്നിലേക്ക് വരുമ്പോൾ അല്ലാഹുവിനെ മറന്നു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ആയിപ്പോകരുത്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കണം, ആ ചിന്തയിലായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.